ഇന്ന് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഒരു കൂട്ടം കുട്ടികൾ അവരുടെ ടീച്ചറമ്മയെ കാണാൻ വീട്ടിലേക്ക് വന്നത്. അതും വെറൈറ്റി എന്നെനിക്ക് തോന്നിയ ഒരു ഗിഫ്റ്റുമായിട്ട്. ഓരോ വർഷവും എക്സാംസ് കഴിയുമ്പോഴും റിസൾട്ട് വരുമ്പോഴൊക്കെ ഇത് സാധാരണയായി സംഭവിക്കാറുള്ളതാണെങ്കിലും ഇത്തവണത്തേത് ഞാൻ നിങ്ങളെ കാണിക്കാനുള്ള കാരണം ആ ഗിഫ്റ്റിൻ്റെ പ്രത്യേകതയാണ്. അടിപൊളി. ഇതാണ് ആ ഗിഫ്റ്റ് കേട്ടോ. ലേഖമ്മയും പിള്ളേരും. ക്യാപ്ഷനും എനിക്ക് ശരിക്കും ഇഷ്ടമായി. ലേഖയെക്കുറിച്ച് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ അടുത്തുള്ളൊരു സ്കൂളിലെ അധ്യാപികയും ഞങ്ങളുടെ നാട്ടിലെ അറിയപ്പെടുന്ന ട്യൂഷൻ ടീച്ചറാണ് കേട്ടോ. പിന്നെ നിങ്ങൾ പലപ്പോഴും കാണാറുള്ളത് പോലെ നല്ലൊരു ഭാര്യയും അമ്മയും ഒക്കെയാണ്. അപ്പനെ വേണ്ടത് അമ്മയെ മാത്രം മതിയാ. എന്തായാലും കിട്ടിയ ഇടവേളയിൽ ഞാൻ പോയി ഒരു കേക്കൊക്കെ വാങ്ങി വന്ന് ലേഖാമ്മയുടെ സ്നേഹം കുട്ടികളുമായി പങ്കുവച്ചു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഏറ്റവും പേടിയുള്ള അല്ലെങ്കിൽ ഏറ്റവും കർക്കശക്കാരിയായ ടീച്ചർ ആരാണെന്ന് ചോദിച്ചാൽ കുട്ടികൾ ഒരേ സ്വരത്തിൽ പറയും അത് ലേഖ ടീച്ചറാണ്. എന്നാൽ അവർക്ക് ഏറ്റവും ഇഷ്ടവും സ്നേഹമുള്ള ടീച്ചർ ആരാണെന്ന് ചോദിച്ചാലും അപ്പോഴും അവർ പറയും അതും ലേഖ ടീച്ചറാണ്. അതാണ് നമ്മുടെ ടീച്ചറമ്മയുടെ വിജയവും എന്നെനിക്ക് തോന്നാറുണ്ട്. ഇത് എൻ്റെ 25 വർഷത്തെ അനുഭവം കൊണ്ട് പറയുന്ന കേട്ടോ. ടീച്ചറുടെ സ്കൂളിലെ മറ്റധ്യാപകർ കേൾക്കുകയാണെങ്കിൽ ക്ഷമിച്ചേക്കണം കേട്ടോ. എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത്തരം സ്നേഹവും ആദരവും ഒക്കെ നേടിയെടുക്കാൻ പറ്റിയ മറ്റൊരു പ്രൊഫഷൻ ഇല്ല എന്നത് തന്നെയാണ്. 25 വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ച കുട്ടികൾ പോലും ഇപ്പോഴും ടീച്ചറെ കാണാൻ വരാറുണ്ട്. ഞങ്ങളിപ്പോൾ കുടുംബമായിട്ട് ഏത് ഫംഗ്ഷന് പോയാലും ഒരുപാട് കുട്ടികൾ ടീച്ചറിനെ കണ്ട് അവിടെ എത്താറുണ്ട്. അതും സമൂഹത്തിൻ്റെ പല ഉയർന്ന തലങ്ങളിൽ ജോലി ചെയ്യുന്നവർ. അധികം പറയുന്നില്ല, ഞാൻ ഈ സ്ഥലത്ത് താമസമായിട്ട് 25 വർഷങ്ങളായെങ്കിലും ഇപ്പോഴും അധികമായിട്ട് അറിയപ്പെടുന്നത് ലേഖ ടീച്ചറുടെ ഹസ്ബൻഡ് എന്ന് തന്നെയാണ്. ഇതിലൊക്കെ ഞാൻ ഒരുപാട് പ്രൗഡാട്ടോ. എന്തായാലും കേക്കും ജ്യൂസും ഒക്കെ കഴിച്ച് ഒരു യോ പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ കുട്ടികൾ യാത്രയായത്.